മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സ്, ഫ്ലൂയിഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സോളിഡ്സിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസിന് വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അത് കാണിക്കുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ സോളിഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിജിഡ് ബോഡി ആയിട്ടാണ്. റിജിഡ് ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് ഡെഫിനറ്റ് ആയിട്ട് സൈസും ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ ചെറിയൊരു ഫോഴ്സ് കൊണ്ടൊന്നും അതിന്റെ സൈസിലോ ഷേപ്പിലോ ഒന്നും മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സോളിഡ്സിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പുതിയ ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം ആണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും. ആ ഫോഴ്സ് കൊണ്ട് അതിന്റെ ഷേപ്പിലും സൈസിലൊക്കെ ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ ഒരു ബോഡിയിൽ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈസിനും ഷേപ്പിനും ഒക്കെ വ്യത്യാസം വരും. ഈ ഫോഴ്സ് പിൻവലിക്കുമ്പോൾ ഓൺ ദി റിമൂവൽ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇലാസ്റ്റിസിറ്റി. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സൈസിനും ഷേപ്പിനും ഒക്കെ ചേഞ്ച് ഉണ്ടാവും. എന്നാൽ ആ ഫോഴ്സിനെ മാറ്റി കഴിയുമ്പോൾ അതിന്റെ സൈസും ഷേപ്പും ഒക്കെ അതേപോലെ തന്നെ ആയി തീരുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിർച്യു ഓഫ് വിച്ച് ഇറ്റ് ടെൻഡ്സ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഓൺ ദ റിമൂവൽ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിക് മെറ്റീരിയൽ, ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റീൽ. സ്റ്റീൽ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ക്വാർട്സ് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി on the removal of applied force it does not tend to regain its original size and shape. അത്തരം ബോഡീസിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡീസ്. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. അതായത് അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒറിജിനൽ സൈസിലേക്കോ ഷേപ്പിലേക്കോ തിരിച്ചു പോകുന്നില്ല, അത് അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് അതിന് എക്സാമ്പിൾ ആണ് പുട്ടി ആൻഡ് മഡ് എന്ന് പറയും. പുട്ടിയും മഡും ഒക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. അപ്പം എന്താണ്, ഓൺ ദി റിമൂവൽ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഇറ്റ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഇറ്റ് ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. എക്സാമ്പിൾ സ്റ്റീൽ. ഇലാസ്റ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ് സ്റ്റീൽ. പ്ലാസ്റ്റിക് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ് പുട്ടി ഓർ മഡ്. ഓക്കെ, അപ്പൊ സോളിഡ്സിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതാണ് അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം സോളിഡ് ആറ്റത്തില് അല്ലെങ്കിൽ മോളിക്യൂൾസിൽ അതിന് ചുറ്റും നെയ്ബറിംഗ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഈ നെയ്ബറിംഗ് ആറ്റംസ് ഓർ മോളിക്യൂൾസുമായിട്ട് ഇന്റർ അറ്റോമിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസിൽ ചെറിയൊരു ചേഞ്ച് വരും. ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ അപ്പൊ അതിന്റെ സൈസിനും ഷേപ്പിനും വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഈ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇന്റർ അറ്റോമിക് ഓർ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് കൊണ്ട് ഇത് തനിയെ ഇതിന്റെ ഒറിജിനൽ സൈസിലേക്ക് ഷേപ്പിലേക്കും തിരിച്ചു പോകും. അപ്പൊ എന്ത് സംഭവിക്കും, സോളിഡ്സിന് അതിന്റെ ഒറിജിനൽ സൈസും ഷേപ്പും തിരിച്ചു കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രിങ്ങിന്റെ കേസ്, സ്പ്രിങ്ങും ബോളും വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സ്പ്രിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, നമുക്കറിയാം ബോൾഡ് ലെന്ത് എന്നൊക്കെ പറയും, ലെന്ത് ഡിസ്റ്റൻസ് ഉള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ബോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലെന്ത് കംപ്രസ് ചെയ്യുവാണ് ആണെങ്കിൽ ഈ ലെന്ത് കുറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഷേപ്പിലൊക്കെ ചേഞ്ച് വരുന്നു. അപ്പം എന്ത് സംഭവിച്ചു, ഫോഴ്സ് മാറ്റി കഴിയുമ്പോൾ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും, ഒറിജിനൽ സൈസിലോട്ട് പോകുന്നു. അപ്പൊ അതേ സിറ്റുവേഷനിലേക്ക്, അതുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അത് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു. ആ ഫോഴ്സ് മാറ്റി കഴിയുമ്പോൾ എന്താണ്, ഒറിജിനൽ അതിൽ തന്നെയുള്ള ഇന്റർ അറ്റോമിക് ഓർ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് കൊണ്ട് അത് അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് അല്ലെങ്കിൽ ഷേപ്പിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ ആ സോളിഡ്സിന് എന്ത് കിട്ടുന്നു, ആദ്യം ഉണ്ടായിരുന്ന സൈസും ഷേപ്പും തന്നെ കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്.
ഇനി നമുക്കറിയാം ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി ഒക്കെ നമ്മൾ കാണുന്നു. അത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലകളിൽ നമുക്ക് പലപ്പോഴും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവാം, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആകാം, അങ്ങനെയൊക്കെയുള്ള പല കേസുകളിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് സ്റ്റീല്, കോൺക്രീറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. എത്ര കോൺസെൻട്രേഷൻ അല്ലെ എത്ര വേണമെന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാനായിട്ട്, ഏത് ഷേപ്പിലാവണം, ഇതൊക്കെ നമ്മൾ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്ന, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒന്ന് രണ്ട് സയന്റിഫിക് ടേംസ് ഉണ്ട്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും. അപ്ലൈഡ് ഫോഴ്സ്. ഈ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ ബോഡിയുടെ സൈസിനോ ഷേപ്പിനോ ഒക്കെ ചേഞ്ച് വരുത്തുവാണെങ്കിൽ ഈ അപ്ലൈഡ് ഫോഴ്സിനെ തന്നെ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയും. ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ. ഇനി ഈ ഡീഫോമിംഗ് ഫോഴ്സ് ഒരു ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ്, ആ ബോഡിയെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ നമുക്കറിയാം ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും. അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്, ആ ബോഡിയുടെ സൈസിനോ ഷേപ്പിനോ ഒക്കെ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയും. ഡീഫോമിംഗ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ആ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും. റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പെർ ഏരിയ. ഓക്കെ. ദാറ്റ് ഈസ് F/A. ഇതിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡീഫോമിംഗ് ഫോഴ്സും മാഗ്നിറ്റ്യൂഡിൽ സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്ന അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡീഫോമിംഗ് ഫോഴ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ പാസ്കൽ എന്ന് പറയും. അതുപോലെ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M(L)−1 T(−2) ആണ്. അപ്പൊ സ്ട്രെസ് എന്താണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അടുത്തായിട്ട് നമുക്ക് സ്ട്രെസ് 3 തരത്തിലുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ. അതിന്റെ ലെങ്ത് വൈസിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്. ഓക്കെ. ഇപ്പൊ നമ്മളൊരു ബോഡി, ഒരു സിലിണ്ടറിക്കൽ ബോഡി കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ബോഡി. അതിന്റെ ലെങ്ത് ബേസിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 കേസിലുണ്ട്. ഒന്ന് അതിനെ കംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ സ്ട്രെച്ച് ചെയ്യാം. ഒന്നുകിൽ അതിനെ വലിച്ചു നീട്ടാം, അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ നോർമൽ ആയിട്ട്, അതിന്റെ ക്രോസ് സെക്ഷന് നോർമൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കംപ്രസ് ചെയ്യുവാണ്. അപ്പൊ ഈ സ്ട്രെസ്സിന് നമ്മൾ പറയും കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ അതിന്റെ ലെന്ത് എന്ന് പറയുന്ന ചേഞ്ചിങ് ലെന്ത് ഉണ്ടാവും. ഓക്കെ. ആ ലെന്ത് എന്ന് പറയുന്ന ഈ കേസിൽ എന്തായിരിക്കും, ലെന്ത് കുറയുകയായിരിക്കും ചെയ്യുക. ആദ്യത്തെ ലെന്ത് ഇതുണ്ട്, ഇപ്പോഴത്തെ ലെന്ത് എന്ന് പറയുന്നത് ഡെൽറ്റയിൽ കുറഞ്ഞു, കംപ്രസ് ചെയ്യുന്ന കേസിൽ. ഓക്കെ. അപ്പൊ ഈ സ്ട്രെസ്സിന് നമ്മൾ പറയും, കംപ്രസ് ചെയ്യുന്ന കേസിൽ എന്താണ്, ലെന്ത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രെസ്സിന് നമ്മൾ പറയുന്നതാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. അതുപോലെ ഈ കേസിൽ തന്നെ നമുക്ക് ഇതിനെ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്. ടെൻസൈൽ സ്ട്രെസ് മീൻസ് ഇത് സ്ട്രെച്ച് ചെയ്യുക ചെയ്യുന്നത്, ലെന്ത് കൂട്ടുന്നു. ഓക്കെ. ഇതിനെ നമ്മൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുവാണ്. വലിച്ചു നീട്ടുമ്പോൾ ഇവിടെ അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് കൂടുന്നു. അപ്പൊ ഈ ലെന്ത് ഇതാണ് ഡെൽറ്റ(L) എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ ഡെൽറ്റ(L) കുറയുവാണ് ചെയ്തത്. ഈ സ്ട്രെസ്സിനെ നമ്മൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ ലെന്ത് കൂടി, ഇതിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് 2 തരമുണ്ട്, കംപ്രസീവ് സ്ട്രെസ് ഓർ ടെൻസൈൽ സ്ട്രെസ്. രണ്ടാമത്തത് ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് എപ്പോഴും അതിന്റെ ഷേപ്പിനാണ് വ്യത്യാസം വരുത്തുന്നത്. ഷേപ്പിന് വ്യത്യാസം വരുത്തുന്നു. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തിട്ട് അതിന്റെ ഭാഗത്ത് നിന്ന് ഒരു സൈഡിനെ തള്ളി കൊടുത്താൽ നമുക്കൊന്ന് കാണാം, ചിലപ്പോൾ അതിന്റെ മുകൾ ഭാഗം മുന്നോട്ട് നീങ്ങും, അടിഭാഗം അവിടെ തന്നെ ഇരിക്കും. ഓക്കെ. അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുത്തുന്ന സ്ട്രെസ്സിനാണ് നമ്മൾ പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ടാൻജൻഷ്യൽ ആയിട്ടാണ്. ഇതാണ് ബോഡി. നോക്കാം, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ബോഡിയുടെ ഷേപ്പിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു.
വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഭാഗം മുമ്പിലുള്ള ഭാഗം മുന്നോട്ട് ചലിച്ചു, ഒരു ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ചലിച്ചു എന്ന് കാണാം. ഇതിന് ലെന്ത് എൽ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. എല്ല്, ഈ ലെന്ത് എൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ നമ്മൾ തീറ്റ കൊണ്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ഷേപ്പിൽ ഒരു വ്യത്യാസം വരുത്തുന്നു. ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷിയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തേത് വോളിയം സ്ട്രെസ്. വോളിയം സ്ട്രെസ് നമ്മൾ ആ ഒരു ബോഡിയിൽ മൊത്തം വോളിയത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രെസ്സിനെ നമ്മൾ വോളിയം സ്ട്രെസ് എന്ന് പറയും. ഒരു ഫ്ലൂയിഡിനകത്തോട്ട് നമ്മൾ ഒരു സോളിഡ് മെറ്റീരിയൽ ഇടുവാണ്. ആ വരുന്ന കേസിൽ എന്ത് സംഭവിക്കും, ആ ഫ്ലൂയിഡ് ഈ സോളിഡിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യും, ഫോഴ്സ് അപ്ലൈ കൊടുക്കും. അങ്ങനെ ഇടുവാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ വോളിയം സ്ട്രെസ് എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിനെ നമ്മൾ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയും. ഹൈഡ്രോളിക് സ്ട്രെസ്. അപ്പൊ 3 തരത്തിലുള്ള സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, അതിന്റെ 2 തരമുണ്ട്. ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്. ദെൻ ഷിയറിംഗ് സ്ട്രെസ്, ഷേപ്പിന് വ്യത്യാസം വരുന്നു. 3 വോളിയം സ്ട്രെസ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോളിക് സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ എന്ന് പറയും. ഓക്കെ, അവർ വോളിയത്തിലാണ് ചേഞ്ച് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ 3 തരത്തിലുള്ള സ്ട്രെയിനും ഉണ്ട്. ഒന്നാമത്തെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെന്തിലുണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ ഈ കേസ് നമ്മൾ നോക്കിയാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ മീൻസ് ചേഞ്ച് ഇൻ ലെന്ത് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെന്ത്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കൊടുക്കാം. ഒറിജിനൽ ലെന്ത് എൽ ആണ്. 2 കേസിലും ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ യൂണിറ്റ് എൽ ബൈ എൽ ക്യാൻസൽ ആയി പോകും, ഡയമെൻഷൻ സെയിം ആണ്, ക്യാൻസൽ ആയി പോകും. അപ്പൊ സ്ട്രെയിൻ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. അടുത്തത് ഷിയറിംഗ് സ്ട്രെയിൻ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ അല്ലെ, ഇത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ഫിഗർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് എഴുതാം, ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് എഴുതാം. തീറ്റ ഈസ് സ്മോൾ, എന്ത് വരും, തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ. ഇവിടെ നമ്മൾ നോക്കാം യൂണിറ്റ് എക്സ് ബൈ എൽ. എക്സ് ലെന്താണ്, എല്ലും ലെന്താണ്, യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. അടുത്ത വോളിയം സ്ട്രെയിൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെയിൻ, അതുപോലെ വോളിയം സ്ട്രെസ്, വോളിയം സ്ട്രെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ എന്നും നമ്മൾ പറയും. ഓക്കെ, ഈ കേസിൽ നമ്മൾ ഈ ഫ്ലൂയിഡ്സിന്റെ കേസിൽ വരുമ്പോൾ ഇവിടുത്തെ വോളിയം സ്ട്രെയിനെ നമ്മൾ പ്രഷറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ നമുക്ക് തരുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് തരുന്നത്. For small deformation, stress is directly proportional to strain. ചെറിയ ഡിഫോർമേഷൻ ആണെങ്കിൽ എന്താണ്, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ പറയുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സ്ട്രെസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയാം. ഈ കെക്ക് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള സ്ട്രെസ് നമ്മൾ പഠിച്ചു, 3 തരത്തിലുള്ള സ്ട്രെയിനും പഠിച്ചു. അപ്പൊ 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാകും. ഹുക്സ് ലോ പറയുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഫോർ സ്മോൾ ഡിഫോർമേഷൻ. ഓക്കെ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ ആണ്. കെക്ക് നമ്മൾ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്. നമ്മളൊരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചാൽ അത് നമ്മൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇങ്ങനെ കിട്ടും. ഇലാസ്റ്റിക് മെറ്റീരിയൽ നമ്മളൊരു എങ്ങനെയാണ് അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിവിടെ സ്ട്രെയിൻ എടുക്കുന്നു,
ഇവിടെ നമ്മൾ സ്ട്രെസ് എടുക്കുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിൻ എടുക്കുന്നു, വൈ ആക്സിസിൽ നമ്മൾ സ്ട്രെസ് എടുക്കുന്നു. ഓക്കെ, ആദ്യം ഇവിടെ നമ്മളൊരു മെറ്റൽ വയർ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒരു വയർ നമ്മൾ ഇടുന്നു. അതിൽ നമ്മളൊരു ലോഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ കേസിൽ 0 to A വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ ഗ്രാഫ് ഇവിടെ വരെ വരുവാണ്. ഈ പോയിന്റ് നമ്മൾ A എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഒരു സ്റ്റീലിന്റെ വയർ നമ്മൾ എടുത്തു, അതിനകത്ത് നമ്മൾ കുറച്ച് ലോഡ് ആഡ് ചെയ്തു. ലോഡാണ് നമ്മളിവിടെ സ്ട്രെസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലോഡ് മാറ്റുമ്പോൾ അത് ശരിക്കും അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് തിരിച്ചു വരും. വീണ്ടും ലോഡ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? അത് വലിഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു A വരെയുള്ള പോയിന്റിന് നമ്മൾ പറയുന്നതാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. അപ്പൊ സ്ട്രെസ് കൂടിയാൽ സ്ട്രെയിൻ കൂടും, സ്ട്രെസ് കുറഞ്ഞാൽ സ്ട്രെയിൻ കുറയും, സ്ട്രെസ് 0 ആയാലും സ്ട്രെയിന് 0 ആകും. ഓക്കെ, Aക്ക് നമ്മൾ പറയുന്ന പേരാണ്, ഇവിടെ മാർക്ക് ചെയ്യാം, Aക്ക് പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എന്ത് സംഭവിക്കും? ഹുക്സിലോ ഒബേ ചെയ്യും. ഓക്കെ, ദെൻ A to B നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ബി ഒരു മറ്റൊരു പോയിന്റ് ആണ്. A to B എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിന്റെ എമൗണ്ട് കൂട്ടി അല്ലെങ്കിൽ ലോഡിന്റെ എമൗണ്ട് കൂട്ടി. അപ്പൊ ഈ സമയത്ത് ബി വരെയുള്ള സമയത്ത് ഇത് എപ്പോഴും ഒബേ ചെയ്യണമെന്നില്ല, ഹുക്സിലോ ഒബേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും എന്താണ്, അവിടെ വരെ വേണമെങ്കിൽ ഒബേ ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ സ്ട്രെസ് പിൻവലിച്ച് കഴിയുമ്പോൾ, ലോഡ് മാറ്റി കഴിയുമ്പോൾ ബോഡി അല്ലെങ്കിൽ വയർ തന്റെ ഒറിജിനൽ സൈസിലേക്ക് ഷേപ്പിലേക്കും തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ബി വരെയുള്ള പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഹുക്സിൽ അവിടെ വരെ നമുക്ക് ഒബേ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുമെന്ന് നമുക്ക് കരുതാം. ഈ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറയും, ഈൽഡ് പോയിന്റ്. അപ്പൊ ഇലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ആ സ്ട്രെസ്സിന് നമ്മൾ പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഈൽഡ് സ്ട്രെങ്ത് സിഗ്മ വൈ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. ഇലാസ്റ്റിക് ലിമിറ്റിന് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന് നമ്മൾ പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയും. ഓക്കെ, ഇനിയുള്ള പോയിന്റ് നമ്മളൊരു സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ബിക്കും ഡിക്കും ഇടയ്ക്ക് നമ്മളൊരു ചെറിയ സ്ട്രെസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ലാർജ് സ്ട്രെയിൻ ഉണ്ടാകും. ഇവിടം വരെയാണെങ്കിൽ ബി ആണെങ്കിൽ നമുക്കറിയാം സ്ട്രെസ് പിൻവലിച്ച് കഴിയുമ്പോൾ സ്ട്രെയിന് 0 ആയി ഒറിജിനൽ സൈസിലേക്ക് അല്ലെങ്കിൽ ഷേപ്പിലേക്ക് തിരിച്ചു പോരും. പക്ഷെ ബി തൊട്ട് ഡി വരെയുള്ള സമയത്ത് നമ്മൾ സ്ട്രെസ് പിൻവലിച്ച് കഴിഞ്ഞാൽ സ്ട്രെയിന് 0 ആകില്ല, അത് അതേ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തുടരും, ഒറിജിനൽ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോരില്ല. ഓക്കെ, അത് എവിടം വരെയാണ്? ഡി വരെയുള്ള പോയിന്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് സ്ട്രെയിൻ കൂടുന്നു. അപ്പൊ ഇവിടെ വരെ മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ് ഡി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് ബിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ഏതൊരു പോയിന്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അപ്പൊ ഈ ബി വരെയുള്ള റീജിയന് അല്ലെ ബി തൊട്ട് ഡി വരെയുള്ള ഭാഗത്ത് നമ്മൾ സ്ട്രെസ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് സ്ട്രെയിന് 0 ആകുന്നില്ല. ഓക്കെ, അപ്പം ആരോഗ്യകരമായ രീതിയിൽ അല്ലെങ്കിൽ ഈ വയറിന് കുഴപ്പമൊന്നും വരാതെ നമുക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാക്സിമം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നമുക്ക് പറയുന്നത്. സിഗ്മ യു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, അത് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. ദെൻ അതിനുശേഷവും നമ്മൾ ലോഡ് കൂട്ടുകയാണ്, സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ ഒന്നെങ്കിൽ അത് പൊട്ടിപ്പോകും അല്ലെങ്കിൽ അത് വളഞ്ഞു പോകും. അപ്പം ആ പോയിന്റ് നമ്മൾ ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇക്ക് നമ്മൾ പറയുന്ന പേര് ഫ്രാക്ചർ പോയിന്റ് എന്നാണ് പറയുന്നത്. ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഡിയും ഇയുമായിട്ട് ക്ലോസ് ആണെങ്കിൽ, ഡിയും ഇയും ക്ലോസ് ആണെങ്കിൽ അത് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആണ്. അത്തരം മെറ്റീരിയൽ നമ്മൾ ബ്രിറ്റിൽ മെറ്റീരിയൽ എന്ന് പറയും. അതുപോലെ ഡിയും ഇയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയും. ഉദാഹരണം ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകും. ഓക്കെ, ഡിയും ഇയും തമ്മിൽ ക്ലോസ് ആണെങ്കിൽ നമ്മൾ അതിനെ ബ്രിറ്റിൽ മെറ്റീരിയൽ എന്ന് പറയും. ഡിയും ഇയും തമ്മിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഓർക്കുക 0 to A വരെയുള്ള പോയിന്റ് നമ്മൾ പറയുന്നത് ഇത്രയും പോർഷനിൽ ഹുക്സിലോ ഒബേ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് പിൻവലിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിനും 0 ആയിട്ട് മാറും. അപ്പൊ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഹുക്സിലോ ഒബേ ചെയ്യുന്നുണ്ട്. A to B
ഈ ബി വരെയുള്ള കേസിലും ഹുക്സ് ലോ വേണമെങ്കിൽ ഒബേ ചെയ്യാം, നിർബന്ധമില്ല. എന്നാലും ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. സ്ട്രെസ് പിൻവലിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിൻ എന്താണ് 0 ആയിട്ട് മാറാം. അപ്പൊ ഈ ലിമിറ്റിന് നമ്മൾ പറയുന്നതാണ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഈ ലിമിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ സ്ട്രെസ്സിന് നമ്മൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയും. ഓക്കെ, B2D എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന് കുഴപ്പമൊന്നും വരാതെ നമുക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോയിന്റ് ആണ് ഡി വരെയുള്ള പോയിന്റ്. ബിക്കും ഡിക്കും ഇടയ്ക്ക് എവിടെ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്താലും അതൊരിക്കലും സ്ട്രെസ് പിൻവലിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനിൽ അതെന്താണ്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇത് പെർമനന്റ് സെറ്റ് ആയിട്ട് മാറി. ഓക്കെ, പെർമനന്റ് സെറ്റ് ആയിട്ട് മാറി. സി എന്ന് പറയുന്ന പോയിന്റിനെ ബി തൊട്ട് ഡി വരെയുള്ള എവിടെ വേണേലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ബിക്കും ഡിക്കും ഇടയ്ക്ക് അതെന്തായിട്ട് മാറി, പെർമനന്റ് സെറ്റ് ആയിട്ട് മാറി. ഇവിടെ സ്ട്രെസ് 0 ആയാലും സ്ട്രെയിൻ 0 ആകുന്നില്ല. ദെൻ ഡിക്ക് ശേഷം നമ്മൾ വീണ്ടും സ്ട്രെസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഡി ആണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ലോഡ് കൂട്ടുവാണെങ്കിൽ ആ വയർ എന്ത് സംഭവിക്കും, പൊട്ടിപ്പോകും അല്ലെങ്കിൽ വളഞ്ഞു പോകും. അപ്പം അങ്ങനെ വളഞ്ഞു പോകുന്ന ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ഇ എന്ന് പറയും. ഇക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്. ഡിയും ഇയും തമ്മിൽ നമ്മൾ ഒരു മെറ്റീരിയലിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ക്ലോസ് ആണെങ്കിൽ ആ മെറ്റീരിയൽ ബ്രിറ്റിൽ മെറ്റീരിയൽ ആയിരിക്കും. അത് തമ്മിൽ സം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആണെങ്കിൽ അത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് കളൊക്കെ. അപ്പം എ വരെയുള്ള, എക്ക് താഴെയുള്ള ഇത്രയും റീജിയന് നമ്മൾ പറയുന്ന ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. എക്ക് ശേഷമുള്ള റീജിയനെ, ഡി വരെയുള്ള റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും. ഇതിനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ഈ റീജിയനെ ഡി വരെയുള്ള, കാരണം അവിടെ പ്ലാസ്റ്റിക് ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നില്ല, ആ റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. ഓക്കെ, എ വരെയുള്ള റീജിയൻ നമുക്ക് എന്താണ്, ഉറപ്പായിട്ട് ഇലാസ്റ്റിക് റീജിയൻ ആണ്, തിരിച്ചു വരും, ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരും. ഇനി നമ്മൾ നോക്കിയാൽ ചില മെറ്റീരിയൽസിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ പോലെയുള്ള മെറ്റീരിയൽസിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചാല്, അല്ലെങ്കിൽ അത് നമുക്ക് പല പ്രാവശ്യം അങ്ങോട്ട് വലിച്ചു നോക്കുന്നു, വീണ്ടും അത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം മെറ്റീരിയൽസിനെ നമ്മൾ പറയുന്നത് ഇലാസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഇലാസ്റ്റമേഴ്സിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചാല് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക് റീജിയനും ഇലാസ്റ്റിക് റീജിയൻ വലിയൊരു റീജിയൻ ആയിരിക്കും. ഒരു സ്മോൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പല പ്രാവശ്യം നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു, സ്ട്രെയിൻ അപ്ലൈ ചെയ്യുന്നു, സ്ട്രെയിൻ ഉണ്ടാകുന്നു. പിൻവലിച്ചു കഴിയുമ്പോൾ അത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം ഇത്തരം മെറ്റീരിയൽ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റമേഴ്സ് എന്ന് പറയും. ഇലാസ്റ്റമേഴ്സ്. അപ്പൊ ഇലാസ്റ്റമേഴ്സിന്റെ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത് വലിയ റീജിയൻ ആയിരിക്കും. ഓക്കെ, അതിന് ഉദാഹരണമാണ് ടിഷ്യൂ, അയോർട്ട, അതുപോലെ നമ്മുടെ റബ്ബർ. ഇതൊക്കെ ഇലാസ്റ്റമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ഗ്രാഫാണ്, ഇതൊരു ഇലാസ്റ്റമറിന്റെ ഗ്രാഫാണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഓക്കെ, ഇതിനകത്ത് പോയിന്റുകൾ ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ്.